അറബ് മേഖല സങ്കീർണവും അപകടകരവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അറബ് പാർലമെന്റ്. അറബ് രാജ്യങ്ങളിലെ സിവിലിയന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാനിൽ നിന്നുണ്ടായ ആക്രമണങ്ങളെയും അദ്ദേഹം ശക്തമായി അപലപിച്ചു. അറബ് മേഖല സങ്കീർണവും അപകടകരവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അറബ് പാർലമെന്റ് അധ്യക്ഷൻ മുഹമ്മദ് അഹമ്മദ് അൽ യമാഹി വ്യക്തമാക്കി. അറബ് രാജ്യങ്ങളിലെ സിവിലിയന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാനിൽ നിന്നുണ്ടായ ആക്രമണങ്ങളെയും അദ്ദേഹം ശക്തമായി അപലപിച്ചു. ഇസ്താംബൂളിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ ഏകോപന യോഗത്തിലായിരുന്നു അറബ് മേഖലയിലെ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അറബ് പാർലമെന്റ് അധ്യക്ഷൻ പ്രതികരിച്ചത്. മേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും ബാധിക്കുന്ന ഭീഷണികൾ വർദ്ധിച്ചുവരികയാണെന്നും സിവിലിയന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാനിൽ നിന്നുണ്ടായ ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം ഗുരുതരമായ വെല്ലുവിളികളെ നേരിടാൻ അറബ് രാജ്യങ്ങൾക്കിടയിൽ മുൻപത്തേക്കാളും ദൃഢമായ ഐക്യവും ഒരുമയും ആവശ്യമാണെന്നും അറബ് പാർലമെന്റ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര വേദികളിൽ അറബ് രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ സംസാരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അറബ് പാർലമെന്റുകൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കാനും മേഖലയിലെ പൗരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള എല്ലാ തീരുമാനങ്ങൾക്കും അറബ് പാർലമെന്റിന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യാന്തര തലത്തിൽ അറബ് പാർലമെന്ററി പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ തയ്യാറാണെന്നും അൽ യമാഹി വ്യക്തമാക്കി. അറബ് ലോകത്തെ വെല്ലുവിളികൾ ലോക സമൂഹത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളിൽ സജീവ പങ്കാളികളാകാനും സംയുക്ത നീക്കങ്ങൾ അനിവാര്യമാണെന്ന് ഇന്റർ പാർലമെന്ററി യൂണിയൻ ഏകോപന യോഗം വിലയിരുത്തി. പലസ്തീൻ, ലബനൻ വിഷയങ്ങളിൽ അറബ് രാജ്യങ്ങളുടെ പൊതുനിലപാട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ ശക്തമായി ഉന്നയിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.